ഹായ്, പിസ്സ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഉണ്ടാക്കാനൊരു മടി അല്ലേ? കുഴപ്പമില്ല, നമുക്ക് പിസ്സ ബ്രെഡ് ഉണ്ടല്ലോ, ഉണ്ടാക്കാം. അതിനു മുമ്പ് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് നോക്കാം. 2 റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ അയച്ചിട്ടുണ്ട്. USA നിന്നും അനിത നായർ. നമ്മുടെ ചിക്കൻ സുപ്രീം പിസ്സ, പിന്നെ നമ്മുടെ ഡേറ്റ്സ് കേക്ക്. രണ്ടും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഫോട്ടോസ് അയക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. അപ്പോൾ പിസ്സ എല്ലാവർക്കും ഇഷ്ടമാണ്, വീട്ടിലുണ്ടാക്കാനും എളുപ്പമാണ്. എന്നാലും അതിൻ്റെ ഡോ ഉണ്ടാക്കി അത് റൈസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുക, ഇതൊക്കെ സമയമെടുക്കുന്ന പണികളാണ്. ചിലപ്പോൾ നമുക്ക് ഇതിനൊന്നും പറ്റില്ല. വീട്ടിൽ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടോ, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ ബ്രെഡ് പിസ്സ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇടയ്ക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ട് ഉണ്ടാക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, ഗസ്റ്റൊക്കെ വന്നാൽ എല്ലാത്തിനും പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് വൈറ്റ് ബ്രെഡ് സ്ലൈസസ് ആണ്. ഒരാൾക്ക് 2 ബ്രെഡ് വെച്ചിട്ട് എടുക്കാം. ഇനി നമുക്കിത് ലൈറ്റായിട്ട് ഓലിവ് ഓയിൽ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓലിവ് ഓയിലാണ് ഏറ്റവും നല്ലത്. ഇനി പാസ്ത സോസ് വല്ലതും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്ത സോസ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പാസ്ത സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പും ഉപയോഗിക്കാം, അതും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ചിക്കൻ സുപ്രീം പിസ്സയുടെ റെസിപ്പി നോക്കിയാൽ കാണാം എളുപ്പത്തിൽ പാസ്ത സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പാസ്ത അല്ലെങ്കിൽ പിസ്സ സോസ് ഒരേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോപ്പിങ്സ് ഇടാം. ഞാനിവിടെ ബ്ലാക്ക് ഓലിവ്സ് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറി ടൊമാറ്റോസ് അതും സ്ലൈസ് ചെയ്തത്. നോർമലായിട്ട് ടൊമാറ്റോ ആയാലും കുഴപ്പമൊന്നുമില്ല. ചെറി ടൊമാറ്റോ നമുക്ക് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഇനി നമുക്ക് മഷ്റൂം വേണം. ഞാനിവിടെ ക്യാനിലുള്ള മഷ്റൂംസ് ആണ് യൂസ് ചെയ്യണത്. ഇതിന് പ്രീ കുക്കിംഗ് ഒന്നും ആവശ്യമില്ല. ഫ്രഷ് മഷ്റൂംസ് ആണെങ്കിലും തിൻലി സ്ലൈസ്ഡ് ആകുമ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ അതിന് പ്രീ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഗ്രീൻ ക്യാപ്സിക്കമിൻ്റെ സ്ലൈസസ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിങ്സ് ആണ് ടൊമാറ്റോ, ബ്ലാക്ക് ഓലിവ്സ്, മഷ്റൂം, പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം. എന്നിട്ട് ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മുടെ പിസ്സ ഫ്ലേവറിങ് ആയ ഒറേഗനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. പിസ്സ ചീസ് അല്ലെങ്കിൽ മൊസറെല്ല ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഓലിവ്സും മഷ്റൂമും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് ടൊമാറ്റോ സോസും അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സും ചീസും മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിൽ ഇത് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് ട്രേ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് ട്രേയിൽ പ്ലേസ് ചെയ്തിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അതിലൊരു 10 മിനിറ്റ് നമുക്ക് താഴത്തെ റാക്കിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ബ്രെഡിൻ്റെ അടിഭാഗം ഒന്ന് ക്രിസ്പായിട്ടുണ്ടാവണം, ചീസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. വലിയവർക്കും ചെറിയവർക്കും ഒരേപോലെ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്ക്, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാനസ്.